കണ്ണൂർ തലശ്ശേരിയിൽ യുവാവിന്റെ കൈക്ക് മീൻ കൊത്തി ശരീരത്തിലേക്ക് അണുബാധ ഉണ്ടായതിനെ തുടർന്ന് കൈപ്പത്തി മുറിച്ചുമാറ്റി. കോശങ്ങളെ കാർന്നു തിന്നുന്ന അപൂർവ ബാക്ടീരിയ ശരീരത്തിലെത്തിയതാണ് കാരണം. മാടപ്പീടികയിലെ രജീഷിന്റെ വലതു കൈയാണ് മുറിച്ചുമാറ്റേണ്ടി വന്നത്. ഒരു മാസം മുമ്പാണ് കുളം വൃത്തിയാക്കുന്നതിനിടെ രജീഷിന്റെ കൈയിൽ മീൻ കൊത്തി മുറിവുണ്ടായത്. ക്ഷീരകർഷകനാണ് രജീഷ്. വീടിനോട് ചേർന്ന് പച്ചക്കറി കൃഷി ചെയ്യുന്ന സ്ഥലത്തെ ചെറിയ കുളം വൃത്തിയാക്കുന്നതിനിടെയാണ് മീൻ കൊത്തി അണുബാധയുണ്ടായത്. ആദ്യം വിരൽത്തുമ്പിൽ ചെറിയ മുറിവായിരുന്നു ഉണ്ടായിരുന്നത്. കോടിയേരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെത്തി പ്രതിരോധ കുത്തിവെപ്പുമെടുത്തു. കൈ കടച്ചൽ പോലെ അനുഭവപ്പെട്ടു. പിന്നീട് കൈ മടങ്ങാതെ വന്നതോടെ മാഹിയിലെ ആശുപത്രിയിൽ ചികിത്സ തേടി. അവിടെ നിന്ന് കോഴിക്കോട്ടേക്ക് മാറ്റി. അപ്പോഴാണ് ഗുരുതരാവസ്ഥ വ്യക്തമായതെന്ന് രജീഷ് പറഞ്ഞു. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കൊല്ലത്തിലെടുക്കുന്നതുകൊണ്ട് അതേപോലെ എടുത്ത് ഈ പ്രശ്നം വേനൽക്കാലമായതുകൊണ്ട് വെള്ളം പറ്റി തുടങ്ങി. അപ്പോൾ വീട്ടിൽ വൃത്തിയാക്കി ചെയ്യാൻ വേണ്ടിയില്ല. അപ്പോൾ അതിന് ചെറിയൊരു കുണ്ടുണ്ടായിരുന്നു. ആ കുണ്ടെന്ന് മീനല്ല അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളും പുറത്തിട്ട് അങ്ങനെ കോഴിനിറം മീനാക്കി കഴിച്ചലും കാര്യങ്ങളും അങ്ങനെ അതിനെല്ലാം പിടിച്ച് എടുക്കുമ്പോഴാണ് അത് ചെറിയൊരു കടു വെച്ചാൽ നമ്മുടെ മുഷൂരിൻ്റെ ചെറിയൊരു ടൈപ്പ് സാധനം കടു നമ്മൾ പറയുന്നത്. അത് കൈക്ക് കുത്തി അങ്ങനെ ഒരു കടച്ചലും കുറച്ച് ബ്ലഡും പോയി. പിന്നെ പൈപ്പ് വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് കഴുകി വൃത്തിയാക്കി തന്നിട്ട് പിന്നെ കടത്തലൊന്നുമില്ല. പിന്നെ പിറ്റേ ദിവസം പുലർച്ചയാകുമ്പോഴാണ് ശരിക്കും കടത്തലുണ്ട്. ഫസ്റ്റ് ഒരു ഛർദി പോലെ വന്നു. ലോക്കാളും ഛർദിയും കാര്യങ്ങളാക്കിയിട്ട് വന്ന് പിന്നെ നോക്കുമ്പോൾ കൈ മടങ്ങിക്കൂടാ. കൈ നല്ല മരം പോലെ ആയി വരുന്നു. അപ്പോൾ അത് മാത്രമല്ല ഞാൻ എൻ്റെ കാട്ടിലെ പോകുമ്പോൾ ഒരു കുളിര് പോലെ വന്നിട്ട് അങ്ങനെ തീറ്റി ആൻറ്റിബയോട്ടിക് കുറേ അന്ന് രാത്രി ആകുമ്പോഴാണ് പിന്നെയും വേദന കൂടിയിട്ട് നേരെ പഴയ ഹോസ്പിറ്റലിൽ പോയിട്ട് കാണിച്ചു. അവിടെ നിന്ന് വേദന ഇഞ്ചക്ഷൻ അടിച്ചാണ്. വേദന കുറവുണ്ടാവും. നാളെ ട്രീറ്റ്മെൻറ്റ് പറയുമ്പോൾ ഇന്ന് ചികിത്സിക്കേണ്ട സൗകര്യം കുറവ്. രാത്രി ആയതുകൊണ്ട് ചികിത്സിക്കേണ്ട സൗകര്യം കുറവ്. രാവിലെ വന്നിട്ട് അഡ്മിറ്റായിട്ട് ചെയ്തതാണ്. അങ്ങനെ പിറ്റേഴ്സ് നേരെ പോയിട്ട് മാങ്ങി അഡ്മിറ്റായി. കാരണം വെച്ചാൽ കൈ വീങ്ങുന്നതിനനുസരിച്ചിട്ട് തീ പൊള്ളിയ പോലെ പൊക്കിളുകളാണെങ്കിലും പൊട്ടേറ്റായി. പിന്നെ കൈ വീങ്ങുമ്പോൾ ഈ പൊക്കിള എല്ലാം ജോയിൻ്റ് ആയിട്ട് വെള്ളം നടത്തി ഒഴുകി കളിക്കില്ല. അതേപോലെ ഇങ്ങനെ ഒഴുകി കളിക്കുക മൊത്തത്തിൽ. കടു എന്ന മീനാണ് കുത്തിയതെന്ന് രജീഷ്. ഗ്യാസ് ഗാൻഗ്രീൻ എന്ന ബാക്ടീരിയൽ അണുബാധയാണ് ബാധിച്ചത്. ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം കാണുന്നതാണ് ഈ അണുബാധ. വിരലുകളിൽ നിന്ന് കൈപ്പത്തിയിലേക്ക് പടർന്നിരുന്നു. അതിവേഗം കോശങ്ങളെ ഇല്ലാതാക്കുന്നതിനാൽ മുറിച്ചു മാറ്റാതെ രക്ഷയുണ്ടായിരുന്നില്ല. തലച്ചോറിനെ ബാധിക്കുമെന്നതിനാലാണ് കൈപ്പത്തി മുറിച്ചുമാറ്റാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. മീൻ കൊത്തിയുണ്ടായ മുറിവിലൂടെ ബാക്ടീരിയ അകത്തുകയറിയതാകാമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. കൈപ്പത്തി നഷ്ടമായതോടെ കർഷകനായ രജീഷിന്റെ ജീവിതവും പ്രതിസന്ധിയിലായി. അണുബാധ പകർച്ചവ്യാധിയല്ലെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. പ്രൈം 21 തലശ്ശേരി.